മർഹബ പാടി മദ്ഹുകളോതി പാറി വരുന്നു പൂങ്കാറ്റ്. മണിമുത്ത് ത്വാഹ മധുമല സ്നേഹ മദനികളാകെ വരവേറ്റ്. മർഹബ പാടി മദ്ഹുകളോതി പാറി വരുന്നു പൂങ്കാറ്റ്. മണിമുത്ത് ത്വാഹ മധുമല സ്നേഹ മദനികളാകെ വരവേറ്റ്. ഉയർന്നിതാ ഇണം പരന്നിതാ മണിക്കുയിൽ പാറി പറന്നിതാ. ഉയർന്നിതാ ഇണം പരന്നിതാ മണിക്കുയിൽ പാറി പറന്നിതാ. മർഹബ പാടി മദ്ഹുകളോതി ആറി വരുന്നു പൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ വജ്ഹ് കണ്ടുകൊണ്ട് സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ അനേകം പണ്ഡിതന്മാരും പ്രാസംഗികന്മാരും പ്രസംഗിച്ചു പോയ ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അർഹതയൊന്നുമില്ല. ഒന്നല്ലാതെ നിങ്ങളെയും എന്നെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെക്കാൾ വളരെയധികം പാണ്ഡിത്യമുണ്ട്. പ്രസംഗം വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെക്കാളും പ്രാസംഗിക കലയിലും ഞാൻ മികവ് കുറഞ്ഞവനാണ്. എന്നിരുന്നാലും എന്നെ ഇവിടെ നിർത്താൻ യോഗ്യനാക്കിയ ഒരേ ഒരു കാര്യം, ബഹുവന്യനായ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന എൻ്റെ ആദരണീയനായ പിതാവ് അബ്ദുൽ നാസർ മഅദനിയുടെ മകനായി ജനിച്ചു എന്നൊരൊറ്റ യോഗ്യത മാത്രം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മഹാനായ മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ പൊതുവേദിയിൽ സംസാരിക്കുന്നു എന്നതിനേക്കാളെല്ലാം എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതലായി സ്മരണ ഉയർത്തുന്ന കാര്യം, ഈ തളങ്കരയുടെ മണ്ണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഇന്ത്യയിലെ വ്യക്തമായ ഒരു ചരിത്രത്തിന്റെ സാക്ഷ്യമാണ് എന്ന നിലയിലാണ്. എങ്ങനെയാണത് സാക്ഷ്യമാവുന്നത്? ഈ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും, ഇന്ന് വിഭജിച്ചു പോയി അഫ്ഗാനും പാക്കുമെല്ലാമായി, പാകിസ്ഥാനുമെല്ലാമായി ഇന്ത്യ വിഭജിച്ചു കിടക്കുമ്പോൾ വിഭജിച്ച അവസ്ഥയേക്കാൾ മുന്നോടിയുള്ള അവസ്ഥയിൽ ഇന്ത്യ ഹിന്ദു സമുദായത്തിലെ സഹോദരങ്ങളെ കൊണ്ട്, ഹിന്ദു മതസ്ഥരെ കൊണ്ട്, ഹിന്ദു ആചാരങ്ങളെ കൊണ്ട് സമൃദ്ധമായി ജീവിച്ചിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളുടേത്. എങ്ങനെ അവർ ഇന്നീ ഇരിക്കുന്ന ഞാനും നിങ്ങളും, നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഇന്ത്യയുടെ ഭൂമുഖത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ എല്ലാം പിതൃത്വത്തിൽ അവരുടെ പരമ്പരയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ എല്ലാം പരമ്പര ചെന്ന് നിൽക്കുന്നത് ഏതെങ്കിലും മുസ്ലിമായ ഒരു ഹിന്ദുവായ ഒരു മാതാവിലും പിതാവിലും നിന്നായിരിക്കും. ഇന്ത്യയിൽ ഓരോ ജനങ്ങളിൽ 99%. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നമുക്ക് നമ്മുടെ ജന്മന തന്നെ മുസ്ലിം ആവാനുള്ള തൗഫീഖ് നൽകി. ഈ ഒരു അവസരത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെ, എന്തുകൊണ്ട് ഇത്രയും വരുന്ന വലിയൊരു സമൂഹം ഹിന്ദു മതത്തിൽ വിശ്വസിച്ചിരുന്ന നല്ലൊരു ശതമാനം ആളുകളും എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം അന്നുള്ളതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അന്ന് അവതരിച്ച അതേ ശൈലിയിലും അതേ രീതിയിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. പണ്ഡിതന്മാർ അന്നുള്ളതിനേക്കാൾ അധികം ഇന്നുണ്ട്. പക്ഷെ ഇന്നെന്തുകൊണ്ട് അന്നുണ്ടായതുപോലെ ഇസ്ലാമികമായ ഒരു മുന്നേറ്റത്തിന്, അല്ലെങ്കിൽ ഇസ്ലാം എന്തുകൊണ്ട് അന്യമതസ്ഥരിലും നമ്മളിലും സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള പ്രതിനിധി സംഘങ്ങളും ഇന്ത്യയുടെ മണ്ണിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ വിളിയുമായിട്ട് വന്നപ്പോൾ
വലിയൊരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ മാതൃകയുമായിട്ട് വന്നപ്പോൾ അവരിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകാനും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതവരുടെ സ്വഭാവ വിശേഷണമായിരുന്നു, ഓരോരുത്തരുടെയും സ്വഭാവ ഗുണങ്ങൾ. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന പരിശുദ്ധമായ ആയത്തോതിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ തങ്ങൾ മുസ്ലിമാണെന്ന് പറയുവാൻ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ലജ്ജിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ധൈര്യപൂർവ്വം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് സൽപ്രവർത്തികൾ, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നവരെക്കാൾ ഉത്തമമായ വാക്യം പറയുന്നവനായിട്ട് ആരുണ്ട് എന്ന പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം ഉണർത്തിക്കൊണ്ട് ബഹുവന്ദനായ എന്റെ പിതാവ് എന്ന കേരളത്തിലുടനീളം നടന്നു പ്രസംഗിച്ചു. അന്നതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് എത്രയെത്രയോ ചെറുപ്പക്കാർ പരിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നു. അവർ ഇസ്ലാമികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന പരിശുദ്ധ ഖുർആന്റെ വാക്യം നമ്മളിലേക്ക് ആഹ്വാനം ചെയ്യുന്നത് മുസ്ലിമാണെന്ന് പറയുക എന്നതിനേക്കാൾ ഉപരി ജീവിതം കൊണ്ട് മുസ്ലിമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. നാം നമ്മുടെ വ്യക്തിത്വം, ഇസ്ലാമിക വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും ആദരണീയമായ, ലോകത്തെ എത്ര ബുദ്ധിജീവികൾ വന്നിട്ടുണ്ടെങ്കിലും, എത്രയെത്ര അറിയപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും അവരെല്ലാം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് അത്ഭുതപ്പെടുമ്പോൾ ആ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ബ്രിട്ടനും അമേരിക്കയും പോലെയുള്ള രാഷ്ട്രങ്ങളിൽ ഓരോ വർഷവും പ്രതിവർഷവും 20,000-ന്റെ മേൽ മുസ്ലിം ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന് കണക്കുകൾ വരുമ്പോൾ ഇങ്ങനെ യൂസുഫുൽ ഇസ്ലാമിനെ പോലെയും യൂസുഫ് എസ്റ്റേറ്റ്സിനെ പോലെയും ആമിന സിൽമിയെ പോലെയും എത്രയെത്രയോ ആളുകൾ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാം കൊണ്ട് ജനനം കൊണ്ട് തന്നെ മുസ്ലിമായി അനുഗ്രഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇസ്ലാം ശക്തമായി മുകളിലേക്ക് വളർന്നു, പക്ഷേ മുസ്ലിമായി ജനിക്കാൻ തൗഫീഖ് കിട്ടിയ നമ്മളോ ജീർണിച്ച് നമ്മൾ വല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തെ കുറിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് എന്റെ ഉമ്മത്തുകൾ മുൻഗാമികളെ ഉദ്ദേശിക്കുമ്പോൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അവരുടെ ഓരോ കാലടിയെയും പിൻപറ്റുന്ന അവസ്ഥയിൽ അവരെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിത്തീരും. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ നാം മനസ്സിലാക്കണം, ആ കാലഘട്ടം ഇതാണ്. കാരണം നാം എത്രത്തോളം അനുകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ജനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരിലേക്കും നമ്മൾ ഓരോരുത്തരിലേക്കും നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകും. നമ്മൾ ഇന്ന് കടയിൽ ചെന്നുകൊണ്ട് തുണിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ തുണിയെടുക്കാൻ വേണ്ടി പോകുന്ന കടയിൽ ചെന്നുകൊണ്ട് നാം പറയുന്നത് കഴിഞ്ഞ സിനിമയുടെ പേരും ആ സിനിമയുടെ വസ്ത്രത്തിന്റെ പേരും ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വസ്ത്രം വാങ്ങുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്തമായ മാതൃക നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുടി സ്പൈക്ക് അടിച്ചുകൊണ്ടും തലയിൽ ടെയിൽ വെച്ചുകൊണ്ടും മുടി ടെയിൽ വെച്ചുകൊണ്ടുമെല്ലാം നാം അനുകരിക്കുകയാണ്. ഈ അനുകരണം നമുക്ക് എവിടെ നിന്നാണ് വന്നത്? അതിന്റെ ഒന്നാമത്തെ കാരണം, അതിന്റെ ഏറ്റവും പ്രബലമായ കാരണം, നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇസ്ലാമിനെ എക്കാലത്തും ശത്രുക്കൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ ആദ്യം ആയുധം കൊണ്ട് ശ്രമിച്ചു. പക്ഷേ ബദറിന്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോഴും മറ്റനേകം സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുവാൻ വേണ്ടി പോയപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. നാം ബാധ്യത ഏറ്റെടുക്കുകയാണ്, മുസ്ലിമീങ്ങളെ സഹായിക്കുക എന്നത് നാം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സഹായിച്ചു. ആ സഹായത്തിലൂടെ ശത്രുക്കളുടെ മുമ്പിൽ അവർ സധൈര്യം പോരാടി പിടിച്ചു നിന്നു. അതിനുശേഷം വിജ്ഞാനം കൊണ്ടും മറ്റ് വിജ്ഞാന മേഖലകൾ കൊണ്ടുമെല്ലാം ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് വന്ന എല്ലാ സമൂഹത്തിനും മറുപടിയായിക്കൊണ്ട് അള്ളാഹു ഖുർആനിലൂടെ അവരോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇതുപോലൊരു സൂക്തമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ലോകത്തൂടെ കടന്നു വന്ന ജനത്തിന് വിജ്ഞാനത്തിലൂടെ തന്നെ ഖുർആൻ മറുപടി നൽകി.
ഈ വിഷയങ്ങൾ ഒന്നുകൊണ്ടും മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്ന സമൂഹം ഇന്ന് നമ്മളെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൗതികതയാണ്. നമ്മളെ അവർ ദുനിയാവിനെ കാണിച്ചു തന്നു. നാം എല്ലാം ദുനിയാവിലേക്ക് ലയിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിശ്ചയം സമ്പത്തിനെയും മക്കളെയും കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താണ്? ഫിത്ന എന്നാണ്. ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി പറഞ്ഞ അംവാലുക്കും, ഈ അംവാലുക്കും എന്ന് പറഞ്ഞ ധനത്തിന്റെ വിഷയത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ 99% നാം ചെലവഴിക്കുന്നത് ധനമുണ്ടാക്കാൻ വേണ്ടിയാണ്. ആ ധനത്തിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെ മറന്നു കളയുന്നു. ഒരു ദീനാറെങ്കിലും, പലിശയിൽപ്പെട്ട ഒരു ദീനാറെങ്കിലും കഴിച്ചാൽ 36 വട്ടം വ്യഭിചരിച്ചവനേക്കാൾ കടുത്ത പാപം ചെയ്തുവെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, വ്യഭിചരിച്ചവനെ നോക്കി പുച്ഛിച്ചു ചിരിക്കുമ്പോഴും പലിശയുടെ ഭക്ഷണം തിന്നുകൊണ്ട് അതിനേക്കാൾ നീചമായ അവസ്ഥയിലേക്ക് നാം കൂപ്പുകുത്തുന്നു എന്ന് നാം മനസ്സിലാക്കുന്നില്ല. വ്യഭിചരിക്കുന്ന അല്ലെങ്കിൽ മോഷ്ടിച്ച തെറ്റുപറ്റിയ മനുഷ്യനിലേക്ക് ചൂണ്ടി അവൻ മോശക്കാരനാണ്, അവൻ തെറ്റുപറ്റിയിട്ടുണ്ട്, അവൻ ഇന്ന മോശം ചെയ്തിട്ടുണ്ട് എന്ന് അവനെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നില്ല, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു, ഇയ്യാകുൽ ഗീബ ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ. വ്യഭിചാരത്തെക്കാൾ കടുത്ത പാപമാണ് പരദൂഷണം. അതായത് ഇന്ന് നാം ഇവിടെ വലിയ തെറ്റുകൾ ചെയ്യാത്തവരെ പോലെ നല്ലവരായി മുസ്ലിമീങ്ങളായി, നല്ല മുസ്ലിമീങ്ങളായി നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുമ്പോഴും നമ്മുടെ എല്ലാം ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ തിന്മയുടെ മൂർത്തിഭാവത്തിലാണ് നാം നിലനിൽക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ മാലിക് ദിനാർ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറഞ്ഞു വന്ന വിഷയം, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദായമായ ഹിന്ദു മതം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമാക്കപ്പെട്ട സമൂഹം മുസ്ലിമീങ്ങളാണ്. സമുദായം, മതം മുസ്ലിമീങ്ങളുടേതാണ്. ഇത് വിഭജിക്കപ്പെട്ടു പോയ അഫ്ഗാനെയും പാക്കിനെയും എല്ലാം ചേർത്തുകൊണ്ട് പഴയ ഇന്ത്യയുടെ ഭൂഖണ്ഡം എടുത്തു നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനവും ഇന്ത്യയിൽ മുസ്ലിമീങ്ങളുണ്ട്. ഈ മുസ്ലിമീങ്ങളെല്ലാം ഈ ദീനിലേക്ക് ആകൃഷ്ടരായി കൊണ്ടുവരാൻ പരിശ്രമിച്ചത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരാണ്. എന്നാൽ ഈ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ട് പുതുതായി കടന്നു വരുന്ന യൂസുഫുൽ ഇസ്ലാമിനെ പോലെ സംഗീത ലോകത്ത് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട്, ഇസ്ലാമികമായി തന്നെ സംഗീതം ഉയർത്തിക്കൊണ്ട് അതിൽ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന യൂസുഫുൽ ഇസ്ലാം പറയുന്നു, ഞാൻ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളുടെ ജീവിതവും മുസ്ലിമീങ്ങളെയുമാണ് ഞാൻ നിരീക്ഷിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ മുസ്ലിമാവുമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത്. അതുപോലെ ആമിന അസ്ലമി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായിരുന്ന ഒരു സഹോദരി, അവർ ബിരുദാനന്തര പഠനത്തിന് വേണ്ടി പോകുമ്പോൾ അവരുടെ കോളേജിൽ ചെന്നുകൊണ്ട് അവർ ആ വിഷയം പഠിക്കുന്ന കോളേജിന്റെ ക്ലാസ് റൂമിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ആ ക്ലാസ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിറയെ ഇരിക്കുന്നത് അറബി കുട്ടികളാണ്. അറബി പയ്യന്മാരാണ് കോളേജിൽ ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്, ആ വിഷയം പഠിക്കാൻ. ഉടനെ അവരിത് കണ്ടുകൊണ്ട് അസ്വസ്ഥതയോടുകൂടി ഈ ഒട്ടകം മേക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലെത്തി അവരോട് അവരുടെ ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു ചെല്ലുക, നീ തിരിച്ചു ചെല്ലണം അവിടെ. എന്നിട്ട് നീ ആ മനുഷ്യർക്ക്, നീ പറഞ്ഞ പ്രാകൃതരായ ഒട്ടകം മേച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവരെ നിന്റെ മതത്തിലേക്ക് ക്ഷണിക്കുക, സത്യമതത്തിലേക്ക് അവരെ ക്ഷണിക്കുക, അങ്ങനെ നരകത്തിന്റെ തീച്ചൂളയിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് പ്രചോദനം കൊടുത്തുകൊണ്ട് ആമിന എന്ന് പറയുന്ന ആ യുവതിയെ തിരിച്ച് കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. അവർ അവിടെ ചെന്നുകൊണ്ട് പരമാവധി 11ഓളം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവർ വായിച്ചു മനസ്സിലാക്കി. പരിശുദ്ധ ഖുർആന്റെ അർത്ഥം മൊത്തം അവർ വായിച്ചു മനസ്സിലാക്കി. എന്നിട്ട് അത് വെച്ചുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളോട് തർക്കിക്കാനും അവരെ ക്രിസ്തീയ മതത്തിലേക്ക് ക്ഷണിക്കാനും വേണ്ടി പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ഇവരുടെ വാക്കുകളും ഇവരുടെ സംസാരവും എല്ലാം സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന മുസ്ലിമീങ്ങൾ വളരെ സൗമ്യമായവരോട് പെരുമാറുകയും അവരോട് ഇടപെടുകയും ചെയ്യുന്നത് കണ്ടിട്ട് അവരവരുടെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നു, ഞാൻ അനേകം വട്ടം മുസ്ലിമീങ്ങളെ തിരിച്ച് സത്യമതത്തിലേക്ക് ക്ഷണിച്ചു, പക്ഷേ അവർ ഒരിക്കലും അത് സ്വീകരിച്ചില്ലെങ്കിലും അവർ വളരെ ശാന്തമായും സൗമനസ്യത്തോടുകൂടിയും എന്നോട് പെരുമാറി. അങ്ങനെ പോയി ആമിന സിൽമി എന്ന് പറയുന്ന സ്ത്രീ, പിന്നീട് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവരെ ഇസ്ലാമിക ദഅവത്തിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുസ്ലിമായി. അങ്ങനെ മുസ്ലിമായതിനു ശേഷം അവർക്ക് ആദ്യം നഷ്ടപ്പെട്ടത് അവരുടെ ഭർത്താവിനെയാണ്. അദ്ദേഹം അവരെ വിവാഹമോചിതനാക്കി.
അതിനുശേഷം അവരുടെ 2 മക്കൾ, ഈ 2 മക്കളെയും കോടതി പറഞ്ഞു, നിങ്ങളുടെ കൂടെ വിടണമെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പഴയ മതത്തിലേക്ക് വരേണ്ടി വരും, അതല്ലെങ്കിൽ ഈ കുട്ടികളെ തിരിച്ച് അവരുടെ പിതാവിന്റെ കൂടെ ആയിരിക്കും വിട്ടയക്കുക. അവർ അവിടെ നിന്ന് വല്ലാതെ അസ്വസ്ഥതയോടുകൂടി ചിന്തിച്ചു, ഇവിടെ വെച്ച് ഞാൻ എന്റെ മക്കളുടെ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ അവരും തെറ്റിന്റെ വഴിയിലേക്ക് പോയാൽ, എന്റെ മതത്തിലേക്ക് വരാതിരുന്നാൽ പിന്നെ എന്തായിരിക്കും എന്ന അവസ്ഥ അവരെ ചിന്തിച്ച് വല്ലാതെ വിഷമിച്ചെങ്കിലും അവസാനം അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ തവക്കുലേൽപ്പിച്ചുകൊണ്ട് അവർ ഞാൻ മുസ്ലിമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ മക്കളെ വേണമെങ്കിൽ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധൈര്യപൂർവ്വം ഇറങ്ങി വന്നു. ശേഷം അവരുടെ മാതാപിതാക്കൾ, അവരുടെ വല്യമ്മ എല്ലാ ആളുകളും, അവരുമായി ബന്ധപ്പെട്ടിരുന്ന അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കൂട്ടുകാർ, എല്ലാ ആളുകളും അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. അങ്ങനെ അവർ ഏകയായി. എന്തിന്റെ പേരിൽ? പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ. ഇത് സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമല്ല, ഈ ലോകത്ത് നടന്നൊരു സംഭവമാണ്, ഈ നൂറ്റാണ്ടിൽ നടന്നൊരു സംഭവമാണ്. അങ്ങനെ അവർ ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് അവർ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഇതൊക്കെ ത്യജിക്കാൻ തയ്യാറായപ്പോൾ കാലക്രമേണ അവരുടെ മക്കൾ, അവരുടെ മൂത്ത മകൻ അന്വേഷിച്ചു വന്നു, നിങ്ങളുടെ മതം എനിക്കൊന്ന് പഠിപ്പിച്ചു തരുവാൻ. അങ്ങനെ ഈ മൂത്ത മകന് മതം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ മകൻ മുസ്ലിമായി. പിന്നീട് അവരുടെ ഭർത്താവും അവരുടെ മാതാപിതാക്കളും അവരുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് ലോകത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ആകൃഷ്ടരായി വരുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? നാം ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം ഇന്ന് സിനിമയുടെ എല്ലാം അടിമകളായിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഒരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കാനോ അസ്വസ്ഥപ്പെടാനോ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനോ നാം തയ്യാറാകും. പക്ഷേ ചില പ്രവർത്തികളെ ചില പ്രവർത്തികളെ ശൈത്താൻ വളരെ നല്ല കാര്യമായിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിക്കും. പക്ഷെ അതായിരിക്കും ഏറ്റവും അപകടകരമായ വിഷയം. നമ്മൾ ഇന്ന് കാണുന്ന സിനിമകൾ, ഈ സിനിമയെ കുറിച്ച് വളരെ ചുരുങ്ങിയ ചില വാക്ക്, കാരണം ഇവിടെ വന്നിട്ട് വെറുതെ സംസാരിച്ചു പോകരുത്, വെറുതെ പോകുക എന്ന് ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഈ ഒരു വിഷയം, സിനിമയെ കുറിച്ച് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. സിനിമ എന്ന് പറയുന്ന ഒരു വിഷയം ഏകദേശം ഇവിടെ ഇരിക്കുന്നതിൽ 99% എല്ലാവരും, ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ എല്ലാവരും നല്ലൊരു ശതമാനം ഇപ്പോഴും സിനിമയിലോ സീരിയലിലോ ഒക്കെ അഡിക്റ്റ് ആയിരിക്കുന്നവരായിരിക്കും, അതിൽ ആകൃഷ്ടരായിരിക്കുന്നവരായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കും, അത് വലിയ വിഷയമുണ്ടാക്കുന്നില്ലല്ലോ, വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ അതിന്റെ ഗൗരവത്തെ കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉമ്മത്തിൽ അതിനുശേഷം വന്ന മാറ്റങ്ങളെ കുറിച്ച് നാം ചിന്തിക്കണം. നമ്മുടെ ചെറുപ്പക്കാർ അനുകരിച്ച, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്പൈക്ക് അടിക്കുന്ന മുഴിയും പുറകിൽ ടൈല് വളർത്തുന്നതുമെല്ലാം ആരെ കണ്ടുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. കേരളീയ സമൂഹത്തിലെ മറ്റൊരു മതസ്ഥരെ കണ്ടുകൊണ്ടല്ല. സിനിമയിൽ അവർ ഇഷ്ടപ്പെടുന്ന നായകന്മാർ അല്ലെങ്കിൽ നായികമാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അവർ നടക്കുന്നത് പോലെ നടക്കാൻ, അവർ മുടിവെക്കുന്നത് പോലെ മുടിവെക്കാൻ, അവർ താടി വെക്കുന്നത് പോലെ താടി വെക്കാൻ, അവരെ പരിപൂർണമായി അനുകരിക്കാനുള്ള ശ്രമത്തിന്റെ അനന്തരഫലമാണ് ഇന്ന് നമ്മുടെ മുടിവെട്ടുകടകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരുടെ തലമുടികളും താടികളുടെയും എല്ലാം വ്യത്യസ്തമായ അവസ്ഥകളിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം. നാം ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ നല്ലൊരു ശതമാനവും ഒളിച്ചോടി പോകുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. മറ്റു രീതികളിൽ ഒളിച്ചോടി പോകുമ്പോൾ ഈ ഒളിച്ചോടി പോകലിന് പലപ്പോഴും പ്രേരണയായി തീരുന്നത് സിനിമയാണ്. അത് ചെറിയ വിഷയമല്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ട് ആ സിനിമയിലെ സീൻ കണ്ടുകൊണ്ട് സ്വന്തം അധ്യാപികയെ കുത്തിക്കൊന്ന പയ്യന്റെ വാർത്ത വന്നിരുന്നു. അതുപോലെ എത്രയോ സിനിമകൾ കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ അത് അനുകരിക്കാൻ ശ്രമിച്ച 8 വയസ്സുള്ള ഒരു പയ്യൻ മോശപ്പെട്ട സിനിമ കണ്ടുകൊണ്ട് 3 വയസ്സായ പെൺകുട്ടിയിൽ അത് അനുകരിച്ചു കാണിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ആ കുട്ടി മരിച്ചു പോവുകയും പിന്നീട് ആ പയ്യനെ ശിക്ഷിക്കുകയും ചെയ്ത ഒരു സംഭവവും നാം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഈ അവസ്ഥയിൽ സിനിമ ഉണ്ടാക്കുന്ന സ്വാധീനം, അതായത് മുസ്ലിം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ശിർക്ക് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഭയപ്പെട്ടിരുന്നില്ല. നമ്മൾ ശിർക്കിൽ അകപ്പെട്ടു പോകും, നമ്മൾ കാഫിര്യങ്ങളായി പോകുമെന്ന് ഭയപ്പെട്ടിരുന്നില്ല. നമുക്ക് ദാരിദ്ര്യം കൊണ്ട് നാം മോശപ്പെട്ട അവസ്ഥയിലാകുമെന്ന് ഭയപ്പെട്ടിരുന്നില്ല. പക്ഷെ ദുനിയാവിന്റെ ആഡംബരം, അതിലേക്കുള്ള ആകർഷണം നമ്മളെ ഇല്ലാതാക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് വല്ലാതെ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇസ്ലാം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പരിശുദ്ധമായ അള്ളാഹു നൽകിയ മഹത്തായ ഈമാൻ, ഇതിനെ താമരയുടെ കീഴിലിരിക്കുന്ന തവളയുടെ അവസ്ഥ പോലെയാണ് നാം അതിനെ കാണുന്നത്. നാം അതിന്റെ മണം അറിയുന്നില്ല, നാം അതിന്റെ തേനിന്റെ രുചി അറിയുന്നില്ല. പക്ഷേ ദൂരെ നിന്ന് പറന്നു വരുന്ന വണ്ടുകൾ അതിന്റെ രുചി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വന്ന് തേനൂറുന്നു. അത് അവർ ഉപയോഗപ്പെടുത്തുന്നു. ഇതുപോലെ മുസ്ലിമീങ്ങളായി ജനിക്കുവാൻ, അതുമായിട്ട് സദാ ഖുർആനുമായിട്ടും ദീനുമായിട്ടും സഹവസ്തി നിൽക്കുവാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ മറുപക്ഷത്ത് നിന്ന് അനേകം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നു.
ഈ ഒരു അവസരത്തിൽ അവസാനം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകിപ്പിക്കാതെ നിർത്താം. ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരു കാര്യം ദീനിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ നേരത്തെ ഇവിടെ വന്നപ്പോൾ യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ സൂചിപ്പിച്ചതുപോലെ നാം ഓരോരുത്തർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളതാണ്. ഇന്ന് നമ്മുടെ ദീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ അവരുടെ ഹൃദയത്തിലാണ് ദീൻ സൂക്ഷിച്ചത്. നമ്മൾ ഇന്ന് നമ്മുടെ വസ്ത്രത്തിലും തൊപ്പിയിലും താടിയിലും മാത്രം നമ്മുടെ ദീനിനെ ഒതുക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കുറച്ചു നാളുകൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ പോയി വാപ്പായെ സന്ദർശിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ വന്ന വണ്ടി എയർബസ് രാത്രി 1 മണിയായപ്പോൾ ആക്സിഡന്റ് ആയി, വല്ലാത്ത ശബ്ദത്തോടുകൂടി വണ്ടി ഇടിച്ചു, ഒരു ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറി. ഇങ്ങനെ ഇടിച്ചു കയറി വണ്ടിക്കകത്ത് പുകയെല്ലാം നിറഞ്ഞു. എല്ലാവരും പരിഭ്രാന്തരായി ഇറങ്ങി ഓടാൻ തുടങ്ങി. ആളുകളെല്ലാം പുറത്തേക്ക് എടുത്തു ചാടി. പക്ഷേ അവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാനും കൂടെയുള്ള കാര്യം അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് അകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുറത്തേക്ക് ചാടി ഈ ആക്സിഡന്റിൽ സ്വന്തം അടുത്തിരുന്നവർ മരിച്ചുപോയി. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് പോയ IT മേഖലയിൽ പ്രൊഫഷണലുകളായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ജോലിക്കാരുമെല്ലാം അവർ പുറത്തുപോയി നിന്നുകൊണ്ട് അടുത്ത ബസ് വരുവാൻ വേണ്ടി കാത്തു നിൽക്കുകയും അടുത്ത ട്രെയിനിന് വേണ്ടി ഓടിപ്പോവുകയും ചിലർ ഒരു മൂലയ്ക്ക് മാറി ഉറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് ബസ്സിനുള്ളിൽ ഏകദേശം 4 പേർ മരിച്ചു കിടക്കുകയാണ്. ഡ്രൈവർ പകുതിക്ക് വെച്ച് മുറിഞ്ഞുപോയി. ബാക്കി ഒരു പയ്യൻ അതിനകത്ത് അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അവൻ നിലവിളിക്കുന്നു. പക്ഷേ ഈ നിലവിളിയൊന്നും അവിടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ നാട്ടിൽപ്പെട്ട 100-150 ആളുകൾ അവിടെ ഓടിക്കൂടി. പക്ഷെ ഇവരിൽ ഒരൊറ്റ ആള് പോലും ഇതിനകത്തേക്ക് കയറാനോ ആ വന്ന പയ്യനെ രക്ഷിക്കാനോ ശ്രമിക്കുന്നതിന് പകരം അവിടെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഫോട്ടോ എത്രയും പെട്ടെന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് അത് ഫേസ്ബുക്കിലും മറ്റ് ആപ്ലിക്കേഷൻസിലും വിട്ടുകൊണ്ട് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അതായത് അവിടെ വന്ന് മരണം സംഭവിച്ചാലും ആക്സിഡന്റ് സംഭവിച്ചാലും ഇന്ന് മരണത്തെക്കുറിച്ചുള്ള ഭീതി നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നാം മരണത്തെ കാണുമ്പോഴും നമ്മുടെ നടത്തവും നമ്മുടെ ചിന്തയും കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും, നമ്മൾ കാണുന്നവർ വിചാരിച്ചു പോവും നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്ന്. പക്ഷേ ഈ മരിച്ചവരുടെ ഫോട്ടോയും മറ്റു വിഷയങ്ങളും നാം എടുത്തുകൊണ്ട് പെട്ടെന്ന് ഫേസ്ബുക്കിലാക്കാനും മറ്റു വിഷയങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വിഷമം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മനസ്സിലാവാതെ പോയിരിക്കുന്നു. ഇങ്ങനെ ഉമ്മത്തിന്റെ ഏതൊരു വിഷയത്തിലും എണ്ണി പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. നാം ഉമ്മത്തിന്റെ ഓരോ വിഷയവും പ്രശ്നത്തിലേക്കും മോശത്തരത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മറുഭാഗത്ത് മുസ്ലിമീങ്ങളാണെങ്കിൽ ആക്രമിക്കപ്പെടുന്നു, ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം തകർക്കപ്പെടുന്നു, അവിടെയെല്ലാം കലാപങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു, പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ അട്ടിമറിയിലോടുകൂടി നശിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് ലോകത്തിന്റെ മേൽ അതുപോലെയുള്ള അക്രമം നടത്തുമ്പോൾ മറുഭാഗത്ത് അവർക്ക് ഈമാനികമായ ഉയർച്ചയാണ് അതിൽ നിന്നുണ്ടാവുന്നത്. പക്ഷെ ദുനിയാവിന്റെ ഈ അക്രമം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഇതറിയാതെ നമ്മളിൽ ഉണ്ടാകുന്നത് ഈമാനിന്റെ തകർച്ചയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാം ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു പരിപാടി കേട്ട് പിരിഞ്ഞു പോകുന്നു എന്നതിനേക്കാൾ ഉപരിയായി നാം ഓരോരുത്തരും പരിശുദ്ധ ഇസ്ലാമിന്റെ വാഹകരായി അതിനെ ഉയർത്തിക്കാട്ടുന്നവരായി യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മുടെ വീട്ടിലും ഇസ്ലാമിന്റെ ചൈതന്യം നമ്മുടെ വീട്ടിലും നമ്മുടെ സഹവാസികളിലും സഹോദരന്മാരിലുമെല്ലാം ഇസ്ലാമിന്റെ ചൈതന്യം എത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ കണ്ടുകൊണ്ട് അന്യമതസ്ഥരായ നമ്മുടെ സഹോദര സഹോദരിമാർക്ക് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തോന്നത്തക്ക വിധം നാം യഥാർത്ഥ മുസ്ലിമീങ്ങളായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ അധപതനവും മുസ്ലിം സമുദായത്തിന്റെ പുറകോട്ടുള്ള ഒരു കാലത്തെ പോക്കും കണ്ടുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു എന്ന കാരണത്താൽ ശത്രുക്കളുടെ കണ്ണിലെ കരടാവുകയും അങ്ങനെ നീണ്ടകാലം ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന എന്റെ അഭിവന്ദനായ പിതാവിന്റെ ആരോഗ്യാവസ്ഥയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ ഈമാനോടുകൂടിയുള്ള ദീർഘായുസിന് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാവരും അവരുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ജീവിതം നയിക്കാനും ആ ഇസ്ലാമിന്റെ പേരിൽ തന്നെ മരിച്ച് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും തൗഫീഖ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുക. എല്ലാവരുടെയും ദുആയിൽ ഓർമ്മിക്കണമെന്നൊന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് ലില്ലാഹിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ് يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إنا نسألك من كل خير سألك منه حبيبك سيدنا محمد صلى الله عليه وسلم واستعيذ بك من كل شر استعاذ بك منه حبيبك سيدنا محمد صلى الله عليه وسلم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا عليك توكلنا وإليك نبنا وإليك المصير ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم അല്ലാഹുവേ കാരുണ്യവാനായ ഞങ്ങളുടെ രക്ഷിതാവേ കരുണാവാരിധിയായ തമ്പുരാനെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായും ചെയ്തുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഞങ്ങളെക്കാൾ നീ അറിയുന്നവനാണല്ലോ അല്ലാഹുവേ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വ്യക്തികളായി ചമയുമ്പോഴും ഞങ്ങളുടെ ഹൃദയം അറിയുന്നവൻ നീയാണല്ലോ ആരുമില്ലാത്ത സന്ദർഭത്തിൽ തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ ഞങ്ങൾക്ക് എല്ലാവിധ തെറ്റുകളും നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നിന്റെ വജ്ഹിനെ നിന്റെ മുഖത്തെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽ ദർശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണം തമ്പുരാനെ. അല്ലാഹുവേ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അർഹരല്ലെങ്കിലും ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൈകളിൽ നിന്നും ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതം നീ പരിശുദ്ധ ഇസ്ലാമിലൂടെ ആക്കണം അല്ലാഹുവേ ഞങ്ങളുടെ മരണം നീ പരിപൂർണമായ ഈമാൻ കൊണ്ടാക്കണം ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗത്തെ നീ എടുത്തു മാറ്റണേ അവർക്ക് നീ സമാധാനം കൊടുക്കണം റബ്ബേ. എത്രയും പെട്ടെന്ന് ഇസ്സത്തോടു കൂടിയുള്ള മോചനം അവർക്ക് നൽകണം അല്ലാഹുവേ എന്റെ അഭിവന്ദ്യനായ പിതാവിന് നീ രോഗശാന്തി നൽകണം റബ്ബേ. അല്ലാഹുവേ ഈമാനോടുകൂടി ദീർഘായുസ് നൽകണം ഇനിയും ഈ ഉമ്മത്തിൽ വന്നുകൊണ്ട് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുവാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹുവേ നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണം റബ്ബേ. അല്ലാഹുവേ എന്റെ പിതാവിന്റെ കൂടെ വേറെയും അനേകം നിരപരാധികളായ ചെറുപ്പക്കാരുണ്ട് അവർക്ക് നീ സമാധാനം നൽകണം അവർക്ക് നീ കാരുണ്യം നൽകണം അവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തെ നോക്കാൻ ആരുമില്ല അവരുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം റബ്ബേ. അവരുടെ മക്കൾക്ക് നീ സമാധാനം നൽകണം അവരുടെ ഭാര്യമാർക്ക് നീ ഉറച്ച മനസ്സ് നൽകണേ അവരുടെ മാതാപിതാക്കൾക്ക് നീ ഉറച്ച മനസ്സ് നൽകണേ അല്ലാഹുവേ കൈകൾ നീട്ടി നിന്നോട് ദുആ ചെയ്യുമ്പോഴും ഈ ദുആ സ്വീകരിക്കപ്പെടുവാൻ തക്ക യാതൊരു അർഹതയും ഞങ്ങളുടെ കയ്യിലില്ല പാപങ്ങൾ മാത്രം ഞങ്ങളുടെ കയ്യിൽ മുതലായിട്ടുള്ളൂ പക്ഷേ അല്ലാഹുവേ കാരുണ്യവാനായ റബ്ബാണല്ലോ നീ ഔദാര്യവാനായ റബ്ബാണല്ലോ. അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞങ്ങളിതാ കൈ നീട്ടുന്നു. നീ ഔദാര്യം കാണിക്കണേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹുവേ സദാസമയവും നിന്നെ കുറിച്ചുള്ള ചിന്തയിലായി നിൽക്കുന്ന യഥാർത്ഥ നിന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ദുആയെ നീ തട്ടിക്കളയില്ല അല്ലാഹുവേ ഉമ്മത്തെല്ലാം ഫസാദിന്റെ പ്രശ്നത്തിന്റെ ലോകത്തേക്ക് തിരിയുമ്പോൾ ഈ ഉമ്മത്തിനെ എല്ലാം നീ കാക്കണേ ഈ ഉമ്മത്തിന്റെ യശസ്സിനെ നീ തിരിച്ചു കൊണ്ടുവരണേ ഞങ്ങൾ
ഞങ്ങൾക്ക് സന്മാർഗിയായ ഒരു മാർഗദർശകനെ തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ ഉമ്മത്തിന് നീ സമാധാനം നൽകണം അല്ലാഹ്. തിന്മകളിൽ നിന്ന് രക്ഷ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മത്തിന്റെ വൃദ്ധന്മാർക്ക് നീ സഹായമാകണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മത്തിലെ യുവാക്കൾക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ വാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ ദീനിന് വേണ്ടി അഭിമാനപൂർവ്വം ചലിക്കുന്നവരാക്കി നീ അവരെ മാറ്റണം അല്ലാഹ്. നിന്റെ ദീനിനെ ഉയർത്തിപ്പിടിക്കുന്നവരാക്കി മാറ്റണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചാൽ ഞങ്ങൾ എത്ര മോശക്കാരാണേലും ഞങ്ങൾക്ക് പാപമോചനം കിട്ടുമല്ലോ അല്ലാഹ്. ഞങ്ങൾ ഉത്കൃഷ്ടരാക്കപ്പെടുമല്ലോ അല്ലാഹ്. ഞങ്ങളോട് നീ ഔദാര്യം കാണിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه. സഹോദരന്മാരെ, നിങ്ങൾ ഇൻസുറത്തുൽ മസാകിൻ എന്ന സംഘടനയുടെ സഹായിക്കുന്നതിന്റെ ഭാഗമായും അതുപോലെ രണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ മുസാഫഹത്ത് ചെയ്യുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുത്തുനബിയുടെ വചനത്തിൽ അർപ്പിച്ചുകൊണ്ടും ബുദ്ധിമുട്ടാകാതെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയവരുണ്ട്. ചെറിയ കുറച്ചു നേരം അവിടെ മുഖ്താർ നമ്മെ മുസാഫഹത്ത് ചെയ്യുകയാണ്. മുസാഫഹത്ത് ചെയ്ത് വോളണ്ടിയർസ്മാർ ഒരു വഴിയിലൂടെ കടത്തി മറ്റൊരു വഴിയിലൂടെ പെട്ടെന്ന് ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മർഹബ പാടി മദ്ഹുകളോതി പാറി വരുന്നു പൂങ്കാറ്റ്, മണിമുത്ത് ത്വാഹ മധുമലർ സ്നേഹ മദനികളാകെ വരവേറ്റ്. മർഹബ പാടി മദ്ഹുകളോതി പാറി വരുന്നു പൂങ്കാറ്റ്, മണിമുത്ത് ത്വാഹ മധുമലർ സ്നേഹ മദനികളാകെ വരവേറ്റ്. ഉയർന്നിതാ പരന്നിതാ മണിക്കുയിൽ പാറി പറന്നിതാ, ഉയർന്നിതാ ഇണം പരന്നിതാ മണിക്കുയിൽ പാറി പറന്നിതാ. മർഹബ പാടി മദ്ഹുകളോതി ആറി വരുന്നു പൂങ്കാറ്റ്, മണിമുത്ത് ത്വാഹ മധുമലർ സ്നേഹ മദനികളാകെ വരവേറ്റ്. മുത്തുകൾ വിതറും അരിമുല്ലച്ചിരിയും പത്തരമാറ്റിൻ അഴകുള്ള മുഖവും, മുത്തുകൾ വിതറും അരിമുല്ലച്ചിരിയും പത്തരമാറ്റിൻ അഴകുള്ള മുഖവും കണ്ട് കൊതിച്ച് കോരിത്തരിച്ച് ആത്തിം റസൂലിൻ പ്രഭയിൽ കുളിച്ച് കാത്തിരുന്ന ദിനം എത്തിയ നേരം, ഖാലിഖിൻ ഹംദുകളോതിയ നേരം. الشكر علينا ما دعا لله داعي. ഉയർന്നിതാ ഇണം പരന്നിതാ മണിക്കുയിൽ പാറി പറന്നിതാ, ഉയർന്നിതാ ഇണം പരന്നിതാ മണിക്കുയിൽ പാറി പറന്നിതാ. മർഹബ പാടി മദ്ഹുകളോതി പാറി വരുന്നു പൂങ്കാറ്റ്, മണിമുത്ത് ത്വാഹ മധുമല സ്നേഹ മദനികളാകെ വരവേറ്റ്. കഞ്ചുകമൊഴിയിൽ ബൈത്തുകൾ പാടി മൊഞ്ചേഴും കുഞ്ഞുങ്ങൾ പുകളേറ്റു പാടി, കഞ്ചുകമൊഴിയിൽ ബൈത്തുകൾ പാടി മൊഞ്ചേഴും കുഞ്ഞുങ്ങൾ പുകളേറ്റു പാടി. ദഫിന്റെ ഈണം അലയായി ഉയർന്നു ധരണിയിലെങ്ങും പുളകം വിരിഞ്ഞു, റോജാ റസൂലും പരിവാരമന്ന് സ്നേഹത്തിൻ മധുവുള്ള ഗാനം നുകർന്ന്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്ർ
الشكر